SK ഏതായാലും ഈ വിവരങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് കൊടുക്കാം. ബാർക്ക് ഡേറ്റ അട്ടിമറിക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങുന്ന ഒരു സംഘത്തിന്റെ വിശദാംശങ്ങളാണ് 24 ഇന്ന് രാവിലെ തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഓപ്പറേഷൻ സത്യ 24 മാസങ്ങളായി നടത്തിയ അന്വേഷണത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ 24ന്റെ സ്ക്രീനിൽ കാണുന്നത്. ബാർക്കിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥനായ പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് തട്ടിപ്പിലൂടെ ഒഴുകിയെത്തിയത് 100 കോടിയോളം രൂപയാണ്. ഈ അക്കൗണ്ടിൽ നിന്ന് മറ്റു പലരിലേക്കും പണം കൈമാറ്റം ചെയ്യപ്പെട്ടു. കേരളത്തിലെ ഒരു ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്നും പ്രേംനാഥിന്റെ വാലറ്റിലേക്ക് കോടികൾ എത്തിയിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി USDT വഴിയാണ് ചാനൽ ഉടമ ഈ പണം കൈമാറ്റം ചെയ്തിരിക്കുന്നത്. ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും കേരളത്തിലെ ചാനൽ ഉടമയും നിരന്തരം നടത്തിയ ഫോൺ വിളികളുടെയും വാട്സാപ്പ് ചാറ്റുകളുടെയും വിശദാംശങ്ങൾ കൂടി ഇതാ 24 പുറത്തുവിടുന്നു. കേരളത്തിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലും സമാന തട്ടിപ്പുകൾ നടക്കുന്നുവെന്നതിന്റെ തെളിവാണ് പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് ഒഴുകിയെത്തിയ 100 കോടിയോളം രൂപ. ടെലിവിഷൻ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന 50,000 കോടി രൂപയുടെ ഇന്ത്യൻ ടെലിവിഷൻ വ്യവസായത്തെ തകർക്കാൻ ബാർക്ക് ജീവനക്കാരൻ നടത്തുന്ന നിഗൂഢമായ ശ്രമങ്ങൾ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതാണ്. കേരള ടെലിവിഷൻ ഫെഡറേഷൻ പ്രസിഡന്റ് മുഖ്യമന്ത്രിക്കും ബാർക്ക് സിഇഒയ്ക്കും നൽകിയ പരാതിയിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം DGP റവാഡ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം തുടങ്ങി തെളിവുകൾ ശേഖരിക്കുകയാണ്. ഓപ്പറേഷൻ സത്യ സ്വന്തം ചാനലിന്റെ റേറ്റിംഗ് വർദ്ധിപ്പിച്ച് പരസ്യ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മറ്റ് ചാനലുകളുടെ റേറ്റിംഗ് താഴ്ത്താനുമുള്ള കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി കേരളത്തിൽ വിജയകരമായി നടപ്പിലാക്കി വന്ന ചാനൽ ഉടമയുടെ ഗൂഢതന്ത്രമാണ് ഇവിടെ വെളിവാകുന്നത്. വടക്കൻ കേരളത്തിലെ 20,000-ഓളം വരുന്ന ഒരു കേബിൾ നെറ്റ്വർക്കിൽ ലാൻഡിംഗ് പേജ് എടുത്ത് റേറ്റിംഗിൽ വൻ വർധനവുണ്ടാക്കി എന്ന അവകാശവാദത്തോടെയായിരുന്നു ബാർക്ക് തിരുമറിക്ക് ചാനൽ ഉടമ തുടക്കമിട്ടത്. 85 ലക്ഷത്തോളം കേബിൾ കണക്ഷനുകളുള്ള നമ്മുടെ നാട്ടിൽ ഈ ചെറിയ നെറ്റ്വർക്കിലെ ലാൻഡിംഗ് പേജ് റേറ്റിംഗിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കി എന്ന് പരസ്യദാതാക്കളെയും ടെലിവിഷൻ പ്രേക്ഷകരെയും അതിവിദഗ്ധമായി പറ്റിക്കാൻ ഈ ചാനൽ ഉടമയ്ക്കായി. ഇതോടൊപ്പം തട്ടിപ്പിന് കളമൊരുക്കാൻ യൂട്യൂബ് വ്യൂവർഷിപ്പിലും വ്യാപകമായ തട്ടിപ്പ് നടത്താൻ ഫോൺ ഫാമിംഗ് എന്ന സാങ്കേതിക വിദ്യയും ഈ ചാനൽ ഉടമ ഉപയോഗിച്ചു. മലേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലെ ഫോൺ ഫാമിംഗ് ഏജൻസികൾക്ക് കോടികൾ നൽകി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യൂട്യൂബ് വ്യൂവർഷിപ്പ് ഉയർത്തി റേറ്റിംഗ് തട്ടിപ്പിന് പശ്ചാത്തലമൊരുക്കി. ഇതോടൊപ്പം പ്രചാരണത്തിന് പെയ്ഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും കൂട്ടുപിടിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.